ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവുമുള്ള നല്ലൊരു ഉണ്ടംപൊരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഉണ്ടംപൊരി തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ പഴമാണ്. ഇതുപോലെ ചെറുപഴമാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നേന്ത്രപ്പഴം ഒഴിച്ച് ബാക്കി ഏത് പഴമാണെങ്കിലും നമുക്ക് ഉണ്ടംപൊരി തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റുകയാണ്. ഇതുപോലെ പഴം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടി. ഈ ശർക്കരയ്ക്ക് പകരം നമുക്കിതിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഈ പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനുള്ളിൽ ഇരിക്കുന്ന എല്ലാവരും അല്പം പോലും വെള്ളം ഒന്നും ചേർക്കാതെ വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് എല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതിപ്പോൾ ഒരു അരക്കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. ഈ അരക്കപ്പ് നിറയെ ഞാൻ എടുത്തിട്ടില്ല. അതിൽ നിന്നൊരു അല്പം കുറച്ചിട്ട് മാത്രം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതേ അരക്കപ്പിൽ അതുപോലെ നിറയെ എടുത്തിട്ടില്ല. ഈ ഒരു അളവിൽ മൈദാമാവും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മൈദാമാവ് മാത്രമേ ഉള്ളെങ്കിൽ മൈദാമാവ് മാത്രം ചേർത്ത് കൊടുക്കാം. അതല്ല മൈദാമാവ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ല, ഗോതമ്പ് പൊടി മാത്രം മതിയെങ്കിൽ ഗോതമ്പ് പൊടി മാത്രവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് ചേർക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് കുറച്ച് മാവ് കൂടി പോകും അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്താൽ മതിയാവും. നമ്മളിത് കുഴച്ചെടുക്കുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിക്ക് അതൊന്ന് കുറവ് വയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ തന്നെ കുറച്ച് സമയം എടുത്ത് 2-3 മിനിറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അപ്പോഴാണ് അത് കറക്റ്റ് ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല. അതുപോലെ തന്നെ മാവും കൂടിപ്പോയിട്ട് നല്ല കട്ടിയാകാനും പാടില്ല. ഈ ഒരു രീതിക്ക് വേണം ഇരിക്കാനായിട്ട്. മാവ് കൂടിപ്പോയാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതാകാൻ വേഗാതെ കിട്ടും. അതിൻ്റെ പേരിൽ ഈ ഒരു ലൂസായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതെങ്ങനെ ഇതുപോലെ വേണം ഇരിക്കാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാവുന്നതാണ്. എന്നാലും ഒരുപാട് വേണ്ട. നമ്മളിതപ്പോൾ എടുത്തിട്ടുള്ളത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിരകി ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കുട്ടി പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. അപ്പോൾ അതുകൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരല്പം മാത്രം ബേക്കിംഗ് സോഡയും കൂടി. എപ്പോഴും നമ്മൾ മധുരമൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർക്കാറുണ്ട്. അതുപോലെ ഒരല്പം മാത്രം ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഈ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. അഥവാ ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്ന അതായത് മാവ് കുറച്ച് കൂടുതലായി പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഴം കൂടുതലായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതുപോലെ നന്നായിട്ട് ഞാൻ ഇന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിന് നമുക്ക് ഇതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ദാണ്ട ഈ ഒരു അളവിന് കുറച്ച് കൂടുതലായിട്ടാണ് തേങ്ങ ചേർക്കുന്നത്. തേങ്ങ ചേർക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൂടുതലാണ്, അതിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് അണ്ടിപ്പരിപ്പോ അങ്ങനെയുള്ള സംഭവങ്ങൾ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമ്മുടെ കയ്യിൽ സമയം ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വെച്ചിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 15 മുതൽ ഒരു 30 മിനിറ്റ് വരെ ഇതൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഉണ്ടംപൊരി തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ ഒരുപാട് അങ്ങ് ചൂടായി പോകാൻ പാടില്ല. ഏകദേശം ഒരു മീഡിയം ആ ഒരു അളവിൽ മാത്രമേ എണ്ണ ചൂടായി നിൽക്കാൻ പാടുള്ളൂ. എന്നാൽ മീഡിയത്തിൽ നിന്ന് കുറച്ചുകൂടി ചൂടാകാം. അതിന് ശേഷം ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കണം. കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മാവ് ചേർത്ത് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം വേണം നമ്മൾ അതിലേക്കൊന്ന് ഒരൽപ്പം മാവ് എടുത്തിങ്ങനെ ചേർക്കാനായിട്ട്. അപ്പോഴത്തേക്കും കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അതല്ല എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ സ്പൂണും ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം വേണം മാവ് എടുത്ത് അതിലേക്ക് ഇടാനായിട്ട്. ഓരോ തവണയും മാവ് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും നമ്മളെ സ്പൂണ് വന്നിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം ഓരോ പ്രാവശ്യവും മാവ് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാവുന്നേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോളിൻ്റെ ഷേപ്പിലിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സ്പൂണ് കൊണ്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ഷേപ്പിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിനാണ് ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല രീതിയിൽ ഇപ്പം നമ്മൾ ഇത്രയും സമയം കൊണ്ട് ഈ ഒരു ചെറിയൊരു കളറേ വന്നിട്ടുള്ളൂ. നല്ലൊരു കളറാകുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടംപൊരി നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായിട്ട് കിട്ടിക്കോളും. എന്നാൽ ഇതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് സമയമൊക്കെ ഇട്ടിട്ട് കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീട്ടിൽ പഴമൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഉണ്ടംപൊരി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടംപൊരിയാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ആ ചെറിയ ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ തേങ്ങയുടെയും പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഉണ്ടംപൊരി തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.